ഓം നമ ശിവായ. ഈ വീഡിയോയിൽ ചന്ദ്രനെ കൊണ്ട് പ്രധാനങ്ങളായ ചില യോഗങ്ങൾ പറയാം. ചന്ദ്രൻ മംഗളകാരകനും ദേഹകാരകനും ആകയാൽ ചന്ദ്രനെ കൊണ്ടുള്ള യോഗങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചന്ദ്രൻ നല്ല ബലവാനായിരിക്കുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടിയും നിന്നാൽ ചന്ദ്രനെ കൊണ്ടുള്ള യോഗഫലങ്ങൾ പൂർണ്ണമായും ജാതകന് ലഭിക്കുന്നതാണ്. എന്നാൽ ചന്ദ്രൻ ബലഹീനനും പാപദൃഷ്ടിയിലും ആയാൽ യോഗഫലം താരതമ്യേന കുറയുകയും ചെയ്യും. ലഗ്നാൽ അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനാണെങ്കിൽ ഫലം അധികരിക്കുകയും ചെയ്യുന്നതാണ്. ജാതകർക്ക് ധാരാളം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന 3 യോഗങ്ങളെക്കുറിച്ച് പറയാം. സൂര്യൻ സ്ഥിതി ചെയ്യുന്ന രാശിയിൽ നിന്നും 3, 6, 9, 12 എന്നീ രാശികളിൽ ഒന്നിൽ ചന്ദ്രൻ നിന്നാൽ വരിഷ്ഠയോഗമാണ്. വിജ്ഞാനം, വിനയം, വിശേഷബുദ്ധി, ധനം തുടങ്ങിയവ ജാതകന് അത്യധികമായ നിലയിൽ ഉണ്ടാകുന്നതാണ്. മറ്റൊരു യോഗം അതിയോഗമാണ്. ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 6-ലോ 7-ലോ 8-ലോ ഒന്നിച്ചോ വേറെ വേറെ ആയിട്ടോ 3 രാശികളിലോ ആയിട്ടോ അല്ലെങ്കിൽ 2 രാശികളിലോ ശുഭഗ്രഹങ്ങളായ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിന്നാൽ അതിയോഗം സംഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ രാജാവായോ മന്ത്രിയായോ സൈന്യാധിപനായോ വലിയ ധനാഢ്യനോ ഒക്കെ ആയിരിക്കും. ശുഭഗ്രഹങ്ങൾ ബലവാന്മാരായിരുന്നാൽ ഫലം വർദ്ധിച്ചുണ്ടാകുകയും ബലഹീനന്മാരായാൽ ഫലം കുറയുകയും ചെയ്യും. അടുത്ത യോഗമാണ് സുനഫ യോഗം. ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഈ ഗ്രഹങ്ങളിൽ ആരെങ്കിലും ഒറ്റയായിട്ടോ കൂട്ടായിട്ടോ നിന്നാൽ സുനഫ യോഗം സംഭവിക്കുന്നു. ചന്ദ്രൻ്റെ 4-ൽ നിന്നാലും സുനഫ യോഗമെന്നും പരാശര ഹോര എന്ന പ്രമാണ ഗ്രന്ഥം പറയുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്നവർ ധനവാന്മാരായും ബുദ്ധിമാന്മാരായും നല്ല കീർത്തിയുള്ളവരും ആയിരിക്കും. ഇവിടെ ശുഭഗ്രഹങ്ങളുടെ യോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കുന്നതാണ്. മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ